തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാക്കോബ് ശ്ലീഹ പറയുന്നു, സംശയിക്കുന്നവൻ കാറ്റടിച്ചുലയുന്ന കടൽത്തിരയ്ക്ക് സമൻ. ജീവിതത്തിൽ ഏറ്റവും സാധാരണവും സ്വാഭാവികവുമായ ഒരു അനുഭവമാണ് സംശയം. വേദപുസ്തകം പഠിപ്പിക്കുന്നു, സംശയമുള്ള മനുഷ്യൻ കടലിലെ തിരകളെ പോലെ കുലുങ്ങുന്നു. സംശയം പാപമല്ല, പക്ഷേ സംശയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രാധാന്യമേറിയത്. ഒന്ന്, സത്യത്തെ മനസ്സിലാക്കുക. സംശയം മനുഷ്യന്റെ മനഃശാസ്ത്രപരമായ ഒരു പ്രതികരണമാണ്. അനിശ്ചിതത്വം വരുമ്പോൾ മനസ്സ് സുരക്ഷ തേടി ചോദ്യങ്ങൾ ചോദിക്കും. വസ്തുതകളും വികാരങ്ങളും ഏറ്റുമുട്ടുമ്പോൾ സംശയം ഉയരും. ആങ്സൈറ്റി ആൻഡ് ഡൗട്ട് ഓഫൺ കോ എക്സിസ്റ്റ്. ഉത്കണ്ഠയും സംശയവും ഒന്നിച്ചിരിക്കുന്നു. ഭയം കൂടുന്തോറും സംശയം വളരും. എന്നാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം. സംശയം വരുന്നത് പാപമല്ല, ദൈവത്തിൻ്റെ സത്യത്തെ മറക്കുന്നതാണ് പ്രശ്നം. സഭാപിതാവായ സെന്റ് അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നുണ്ട്, ഡൗട്ട് ഈസ് നോട്ട് ദി എനിമി ഓഫ് ഫെയ്ത്ത്, ഇറ്റ് ഈസ് ദി പാത്ത് ദാറ്റ് ലീഡ്സ് ടു ഡീപ്പർ ഫെയ്ത്ത്. സംശയം വിശ്വാസത്തിൻ്റെ ശത്രുവല്ല, ആഴത്തിലുള്ള വിശ്വാസത്തിലേക്കുള്ള വഴിയാണ്. 2, സംശയത്തെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരിക. ദൈവത്തോട് സത്യമായി തുറന്നു പറയുക. മർക്കോസിന്റെ സുവിശേഷം 9 അധ്യായം 24 വാക്യത്തിൽ ഒരു ഊമനായ മകന്റെ പിതാവിന്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്, കർത്താവേ, എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ അവിശ്വാസത്തിൽ ദയവായി സഹായിക്കണമേ. യേശു സംശയമാനസനെ കുറ്റപ്പെടുത്തിയില്ല, മറിച്ച് സഹതാപത്തോടെ അവനെ സഹായിച്ചു. നെയിമിംഗ് ദി ഡൗട്ട് റെഡ്യൂസസ് ഇറ്റ്സ് പവർ. സംശയം തുറന്നു പറയുമ്പോൾ മനസ്സിലെ സമ്മർദ്ദം കുറയും. സഭാപിതാവ് സെന്റ് ജോൺ ക്രിസോസ്റ്റം പറയുന്നു, പ്രയർ ഈസ് ദി മെഡിസിൻ ഫോർ എവരി വൂണ്ടഡ് തോട്ട്. മുറിവേറ്റ ചിന്തകൾക്കുള്ള ഔഷധം പ്രാർത്ഥനയാണ്. ദൈവം നമ്മുടെ സംശയം പോലും കേൾക്കുന്ന ദൈവമാണ്. 3, വചനത്തിൽ പിടിച്ചു നിൽക്കുക. സത്യത്തെ ഓർത്തുകൊണ്ട് മനസ്സിനെ പുതുക്കുക. സംശയം വരുന്ന സമയത്ത് മനസ്സ് തെറ്റായ നിഗമനങ്ങളിലേക്ക് പോകും. ചെറുകാര്യങ്ങളും വലിയ ഭീഷണിയായി തോന്നും. ബൈബിൾ അതിന് നൽകുന്ന മറുപടി, റോമർക്കെഴുതിയ ലേഖനം 12 അധ്യായം 2 വാക്യം, നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഓർമ്മിക്കുക, ദൈവം നമ്മെ ഉപേക്ഷിക്കില്ല. കർത്താവ് നമ്മുടെ പാറയും ഉറച്ച അടിസ്ഥാനവുമാണെന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നു. സെന്റ് തോമസ് അക്വിനാസ് പറയുന്നു, ഫെയ്ത്ത് ഈസ് ചൂസിങ് ടു ട്രസ്റ്റ് ഈവൻ വെൻ ദി മൈൻഡ് ഈസ് അൺസർട്ടൻ. മനസ്സ് സംശയിക്കുമ്പോഴും ദൈവത്തിൽ വിശ്വസിക്കാൻ തീരുമാനിക്കുന്നതാണ് വിശ്വാസം. 1, വചനം വായിക്കുക. സത്യം മനസ്സിനെ സ്ഥിരപ്പെടുത്തും. 2, സാക്ഷ്യങ്ങൾ ഓർക്കുക. ദൈവം മുമ്പ് ചെയ്തതിനെ ഓർക്കുമ്പോൾ സംശയം കുറയും. 3, ആത്മീയ സഹവാസം. ആത്മമാനസമുള്ളവരുടെ വിശ്വാസം നമുക്ക് കരുത്തു നൽകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.